കാത്തിരിപ്പിന്റെ ചില വിഷയങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഈ പ്രാർത്ഥനയിൽ നിങ്ങളോട് ഞാൻ പറയാം, യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന ചില കാത്തിരിപ്പുകൾക്ക് ദൈവം വിരാമം കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയായി ദൈവാത്മാവി പ്രാർത്ഥനയെ മാറ്റാൻ വലിയ പദ്ധതിയുണ്ട്. ഞാൻ ഈ സൂമിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നൊരു വലിയ നിയോഗം ഇതാണ്: കാത്തിരുന്ന ചില വിഷയങ്ങളുടെ മറുപടികൾ, കാത്തിരുന്ന ചില വിഷയങ്ങളുടെ ചലനങ്ങൾ ഈ പ്രാർത്ഥനയിൽ ചിലർക്ക് വേണ്ടിയൊക്കെ പരിശുദ്ധാത്മാവ് ചെയ്യിപ്പിക്കാൻ കർത്താവിന് വലിയ പദ്ധതിയുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ വചന സംസാരങ്ങൾക്കൂടെ നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് മുൻപോട്ട് പോകാം. അതോടൊപ്പം തന്നെ പറഞ്ഞു തുടങ്ങാം. നമ്മൾ പല ഇടങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ ഇരുന്നാണ് ഈ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ പോലും നമ്മെ ബലപ്പെടുത്തുന്നത് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമാണ്. അക്ഷരാർത്ഥത്തിൽ ഹോളുകളിലാകട്ടെ, വേദികളിലാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ, അത് മനസ്സിലാക്കി ഇസ്രായേൽ മക്കൾ ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്: നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നീ ഞങ്ങളെ അയക്കരുത് എന്നാണ്. കാരണം സാന്നിധ്യത്തിൽ ജീവിക്കുക അത് വലിയൊരു ദൈവിക അനുഗ്രഹമാണ്. സാന്നിധ്യം ചുമക്കുക അതൊക്കെ വലിയ ദൈവാനുഗ്രഹമുള്ള സംഭവങ്ങളാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പകലിൽ നിങ്ങളുമായി ഒരുമിച്ച് ചിന്തിപ്പാൻ കർത്താവിന്റെ ഉള്ളിൽ നൽകിയ ഒരു ദൈവവചനം ചിന്തിച്ച് നമുക്ക് ഇച്ചിരി നേരം മുൻപോട്ട് പോകാം. 2 കൊരിന്ത്യർ ലേഖനമാണ് ഈ പ്രാർത്ഥനയിൽ നിങ്ങളുമായി ഒന്ന് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ലേഖനത്തിൽ അതിന്റെ പരിചിതമായ നമുക്കെല്ലാവർക്കും അറിയാം എന്നുള്ളൊരു വചനമാണ്. അതിന്റെ 1-2 പദങ്ങൾ ഒന്ന് തൊട്ട് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കും. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ എന്നോട്, ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് നിങ്ങൾ എടുത്തത് നോക്കിയാൽ അത് നന്നായിരിക്കും. ഒരിക്കൽ കൂടെ പറയുന്നു, എന്തെങ്കിലും ശബ്ദമോ മറ്റെന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുണ്ടായാൽ ആരെങ്കിലും ആ മ്യൂട്ട് മാറ്റി പറഞ്ഞാൽ ഞാൻ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഇടയ്ക്ക് ശബ്ദം ബ്രേക്കായ, അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞ് എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഈ പ്രഥമ സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച് മുൻപോട്ട് പോകാൻ പോകുന്നത്. അപ്പോസ്തലനായ പൗലോസ് 2 ലേഖനങ്ങളാണ് കൊരിന്ത്യർക്ക് എഴുതുന്നത്. നമുക്കറിയാം 2 പ്രധാന ലേഖനങ്ങൾ, 1 കൊരിന്ത്യ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം. 2 ലേഖനങ്ങളിലും അക്ഷരാർത്ഥത്തിൽ 2 രീതികളിലാണ് പൗലോസിന്റെ എഴുത്തുകൾ പോകുന്നത്. 1 കൊരിന്ത്യ ലേഖനം പഠിച്ചിട്ടുള്ളവർക്കറിയാം, വായിച്ചിട്ടുള്ളവർക്കറിയാം, ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളുമായാണ് 1 കൊരിന്ത്യ ലേഖനം പോകുന്നത്. എന്നാൽ 2 കൊരിന്ത്യ ലേഖനങ്ങളും ഒരുമിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ കൊരിന്ത്യ ലേഖനങ്ങളിൽ പൗലോസ് മറച്ചു വച്ചൊരു വെളിപ്പാടുണ്ട്. 3 വാക്കുകളിലാണ് കൊരിന്ത്യ ലേഖനത്തിന്റെ അടിസ്ഥാനം എന്നത്. 1-ാമത്തെ വാക്ക് നിങ്ങൾ ആരെന്ന് അറിയണം, നിങ്ങൾ ആരെന്നറിയണം. 2, കൊരിന്ത്യ ലേഖനത്തിന്റെ അടുത്ത പ്രത്യേകത നിങ്ങളുടെ ശരീരം എന്തെന്നറിയണം. എന്താണ് നിങ്ങളുടെ ശരീരം? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് നിങ്ങൾ അറിയണം. 3, പൗലോസ് മറച്ചുവെച്ച മർമ്മം, നിങ്ങളുടെ ഈ ശരീരത്തിന്റെ ഭാവി എന്തെന്ന് നിങ്ങൾ അറിയണം. നമുക്കറിയാം ഈ ദ്രവത്വമായത് അദ്രവത്വത്തെയും. അങ്ങനെ പൗലോസ് 3 പ്രധാനമായ റെവലേഷനുകളാണ്, വെളിപ്പാടുകളാണ് കൊരിന്ത്യ സഭയോട് കൈമാറുന്നത്. നിങ്ങൾ ആരെന്നറിയണം, നിങ്ങളുടെ ശരീരം എന്തെന്നറിയണം, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാവി എന്തെന്നറിയണം. ഇങ്ങനെയുള്ള വെളിപ്പാടുകളിലൂടെ പോകുമ്പോൾ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുകയാണ്. 1-2 പദങ്ങൾ ഏതൊരു വചനവും തുറക്കുന്നതിന് മുൻപ്, ഏതൊരു വചനവും അതിനെ വിശദീകരിക്കുന്നതിന് മുൻപ് അതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് വളരെ നമ്മുടെ അറിവിന്, നമ്മുടെ ആത്മീക പഠനങ്ങൾക്കൊക്കെ അത് വളരെ ഉപകാരമാകും. അതുകൊണ്ട് 1-2 മിനിറ്റുകളിൽ അതിന്റെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചിന്തിച്ചു വന്ന് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ വചന ശുശ്രൂഷയിൽ നമ്മൾ വരും. ഇതും വചന ശുശ്രൂഷയാണ്. ഒന്ന് നിങ്ങളെ ആ പശ്ചാത്തലത്തിൽ പറഞ്ഞൊന്നുറപ്പിച്ചു വരികയാണ്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇവർ ബിഗിനേഴ്സ് ആണ്, ഇവർ തുടക്കക്കാരാണ്. അങ്ങനെയാണ് പൗലോസ് ആ ലേഖനങ്ങളുടെ രീതികൾ പോകുന്നത്, അല്ലെ? കൊരിന്ത്യ സഭ വലിയ പാരമ്പര്യമുള്ള സഭയല്ല,
ഒരു ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സഭയാണ്. ആ സഭയോട് എഴുതുകയാണ്. എന്നാൽ പൗലോസ് കൊരിന്തിന്റെ പട്ടണത്തിൽ വരികയാണ്. നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കൊരിന്തിന്റെ പട്ടണത്തിൽ വരികയാണ്. കൊരിന്തിന്റെ പട്ടണത്തിൽ പൗലോസ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ നേരെ ഉയർന്ന വെല്ലുവിളി പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ജനമല്ല. പൗലോസിന്റെ വെല്ലുവിളി ഒരു തുറമുഖ പട്ടണമാണ്, വിദ്യാഭ്യാസം ഉള്ളവരാണ്, സാംസ്കാരികപരമായൊക്കെ മുൻനിരയിൽ നിൽക്കുന്നവരാണ്. പക്ഷെ പൗലോസിന്റെ വെല്ലുവിളി അതൊന്നും ആയിരുന്നില്ല. മറിച്ച് പൗലോസിന്റെ വെല്ലുവിളി അന്നത്തെ ലോക ചരിത്രത്തിൽ, ഇന്നത്തെ അല്ല കേട്ടോ, അന്നത്തെ ലോക ചരിത്രത്തിലെ രണ്ടാമത്തെ അത്ഭുതമായ അല്ലെങ്കിൽ ആ പട്ടണത്തിന്റെ ചില സാങ്കല്പികമായ മേഖലകൾ ആ പട്ടണത്തിലുണ്ടായിരുന്നു. ചരിത്രം പഠിക്കുന്നവർക്ക്, ബൈബിൾ വായിക്കുന്നവർക്ക് അറിയാം. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, സോഷ്യൽ മീഡിയ ആണ്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾക്ക് ഞാൻ ഒന്ന് പിടിച്ചു പറയാം. അറിയാം എന്നുള്ളവർക്ക് ആ പദങ്ങൾ അറിയാം. കൊരിന്തിന്റെ അന്നത്തെ സ്പിരിച്വൽ ക്ലൈമറ്റ് നിങ്ങൾക്കറിയാം. ആത്മീക ചലനം എന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു സുവിശേഷ ഘോഷണത്തിന്റെ വിത്തു വീഴാതെ, സുവിശേഷം എന്തെന്നറിയാതെ വിണ്ടുകീറിക്കിടന്ന, ഡ്രൈനസ് ആയി കിടന്ന ഒരു മണ്ണാണ് കൊരിന്തിന്റെ മണ്ണ്. എന്നാൽ അഭിഷേകമുള്ള ഒരുവൻ അവിടെ കാല് വെച്ചപ്പോൾ കൊരിന്തിന്റെ ഡ്രൈനസ് പൊട്ടുകയാണ്, ചില വരൾച്ചകൾ പൊട്ടുകയാണ്. ഞാനും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ഇതോ അങ്ങനെ ആത്മാവിന്റെ ഉള്ളിൽ ഒരു നിയോഗം തരുന്നു പറയാൻ. ഇത് ചിലരോടുള്ള ദൂതാണ്. ചില ഡ്രൈനസുകൾ, ഡ്രൈ ആയ അവസ്ഥകൾ. ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ നനവുള്ള തോട്ടം പോലെയാക്കുമെന്നാണ്, വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയാക്കുമെന്നാണ്. എന്നാൽ അതിന് വിരോധമായി എല്ലാ മേഖലകളും ഡ്രൈനസ് ഇടുന്ന, എല്ലാ മേഖലകളും ഡ്രൈ ആകുന്നത് പോലെ ഇതുവരെ ഒരു ദൈവപ്രവൃത്തി പോലെ ഈ പ്രാർത്ഥനയിൽ ചില അന്തരീക്ഷങ്ങൾ തിരിയും. ഞാൻ അങ്ങനെ തന്നെ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു. ഇത് പ്രവാചക ശബ്ദമാണ്. പ്രവചിച്ചു പറയുന്നു, ഈ പ്രാർത്ഥന ചിലരുടെ ലൈഫിന്റെ അന്തരീക്ഷത്തെ തന്നെ തിരിക്കുമാറ് ഒരു ദൈവ പ്രവൃത്തി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, എനിക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം, അസാധാരണമായൊരു ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആ നിലവാരത്തിൽ നിങ്ങളോട് പറഞ്ഞു തുടങ്ങുകയാണ്. ഇന്നു പകൽ ചില സ്പിരിച്വൽ ക്ലൈമറ്റുകളെ, ചില ആത്മീക അന്തരീക്ഷങ്ങളെ നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ. പൗലോസേ, താങ്കൾ കൊരിന്തിന്റെ ക്ലൈമറ്റിനെ തിരിച്ചത്, താങ്കൾ കൊരിന്തിന്റെ ആത്മീക പശ്ചാത്തലങ്ങളെ തിരിച്ചത് താങ്കൾ ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് കിട്ടിയ അറിവ് കൊണ്ടല്ല, താങ്കളുടെ ശാരീരിക വളർച്ചയോ താങ്കളുടെ കായിക ബലമോ മുഷ്ടിബലമോ കൊണ്ടല്ല അവൻ അതിനെ തിരിച്ചത്. പിന്നെയോ പൗലോസിന്റെ മേലെന്നോ വീണൊരു ദൈവശക്തി. ആ ദൈവശക്തിയോടെ അവൻ കൊരിന്തിൽ കാല് വെച്ചപ്പോൾ എന്തോ ദൈവാത്മാവിനോട് ഈ സൂമിൽ പ്രവചിക്കാൻ പറയുന്നു. ചില പട്ടണങ്ങൾ ദൈവം ഇതിനകത്തുള്ള ചിലർക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ഈ ശുശ്രൂഷ ക്രമീകരിച്ച അഭിഷക്തൻ റോയി പാസ്റ്റർ, പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ചില ഏരിയകൾക്കകത്ത് ചില ഏരിയകൾക്കകത്ത് എന്തോ ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നു. പുതിയ അടിസ്ഥാനങ്ങൾ ഇടുന്നത് പോലെ, ഒരു പുതിയ ഒരു ബിൽഡിംഗ് ഇങ്ങനെ പൊങ്ങുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ അങ്ങനെ കാണിക്കുന്നു. ഒരു വലിയ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ചില ഏരിയകൾക്കകത്ത്, ചില പട്ടണങ്ങൾക്കകത്ത് ഇന്നലെ വരെ പിശാചെ ബന്ധിച്ചു വച്ച, പൈശാചികൻ ബന്ധിച്ചു വച്ച, മതങ്ങൾ ബന്ധിച്ചു വച്ച ചിലതിനെ അഴിച്ചെടുക്കാൻ ദൈവാത്മാവ് ഇന്ന് പകൽ ചിലരുടെ മേൽ ആ ദൈവശക്തി. കൊരിന്തിൽ പൗലോസ് എങ്ങനെ ഇറങ്ങി നിന്നോ അതുപോലെ ആത്മാവിൽ ഇറങ്ങി നിൽക്കാൻ ചിലതിന്റെ ആത്മമണ്ഡലങ്ങളുടെ മേൽ ഈ പ്രാർത്ഥനയിൽ ഒരു വലിയ ദൈവശക്തി വ്യാപരിക്കുകയാണ്. കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യട്ടെ. പൗലോസ് കൊരിന്തിന്റെ ആത്മമണ്ഡലങ്ങളെ തിരിച്ചപ്പോൾ കൊരിന്തിനകത്തൊരു ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. സഭ ഉടലെടുക്കാൻ സാധ്യതയില്ലാത്ത ജാതീയരായ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം കൊരിന്തിന്റെ സഭ, ഒരു സഭ വളർന്നു. കൊരിന്തിന്റെ സഭ വളർന്നിട്ട് പോലും കൃപാവരങ്ങൾക്ക് ഒട്ടും കുറവില്ലാത്ത സഭ. എന്നിരുന്നാൽ പോലും അതിനകത്തുള്ള വിഷയങ്ങൾ നമുക്കറിയാം. അങ്ങനെ ഒരു സഭ, അവിടേക്കാണ് പൗലോസ് ലേഖനം എഴുതുന്നത്.
രണ്ട് കൊരിന്ത്യർ ലേഖനം പഠിക്കുമ്പോൾ 12-ാം അധ്യായം 1 മുതൽ പഠിക്കുമ്പോൾ നമുക്കതിന്റെ പശ്ചാത്തലം മനസ്സിലാകും. നിങ്ങൾക്ക് ഒരുവിധം കൊരിന്ത് പട്ടണം, കൊരിന്തിന്റെ രീതി നിങ്ങൾക്ക് ലളിതമായ സമയത്തിനകത്ത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാര്യം ഇത് നമ്മളിൽ ഉണ്ടെങ്കിലേ ആ വചനം നമുക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. ഈ ചിന്തകൾക്കകത്തൂടെയാണ് നമ്മൾ ആ വചനത്തെ ഓപ്പൺ ആക്കാൻ പോകുന്നത്. അപ്പോൾ 12-ാമത്തെ അധ്യായം വരുമ്പോൾ പൗലൂസിനെ കുറിച്ച് തന്റെ അപ്പോസ്തലത്വത്തിനെതിരെ ഒരു ചോദ്യം വരികയാണ്. നിങ്ങൾക്ക് ലേഖനങ്ങൾ പഠിക്കുന്നവർക്കറിയാം, ലേഖനങ്ങളിൽ അന്ന് പൗലൂസിനെതിരെ വന്ന അവരുടെ പ്രധാനമായ ചോദ്യം, ഇവൻ എങ്ങനെ അപ്പോസ്തലനാകും, അപ്പോസ്തലൻ എന്ന പേരിന് എങ്ങനെ യോഗ്യനാകും, അല്ലെങ്കിൽ ആര് അപ്പോസ്തലനാക്കി എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു. കാരണം പൗലൂസിന്റെ ഭാവി കാലം എങ്ങനെയാണെന്ന് അവർക്ക് വിഷയമല്ല. പക്ഷെ പൗലൂസിന്റെ കഴിഞ്ഞ കാലം, ഭാവി എങ്ങനെ എന്നുള്ള വിഷയമല്ല, കഴിഞ്ഞ കാലം പൗലൂസ് സഭയിൽ അല്ലെങ്കിൽ ശരിക്ക് അവനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായി. കാര്യം ഇവൻ സഭയെ ഉപദ്രവിച്ചവനാണ്, സഭയ്ക്കെതിരെ നിന്നവനാണ് എന്നുള്ള വിഷയങ്ങളായി. അങ്ങനെ 12-ാം അധ്യായം എഴുതുമ്പോൾ പൗലോസ് എഴുതി തുടങ്ങിയാണ്, എനിക്കൊരു മനുഷ്യനെ അറിയാം, 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ എനിക്കൊരു മനുഷ്യനെ അറിയാം എന്ന് പറഞ്ഞ് അവൻ ശരീരത്തോടോ അല്ലാതെയോ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പൗലോസ് എഴുതി തുടങ്ങിയാണ്. അതിന്റെ അർത്ഥം പൗലോസ് പറയുകയാണ്, എനിക്ക് പറയാൻ നിന്നാൽ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യം, എൻ്റെ പൗരത്വം, എൻ്റെ ആത്മീയത, ഇതൊക്കെ ഞാൻ പറയാൻ നിന്നാൽ നിങ്ങളിൽ പലരെക്കാളും പറയാൻ എനിക്കുണ്ട് എന്ന അർത്ഥത്തിൽ പൗലോസ് എഴുതി തുടങ്ങി വന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇതൊന്നുമല്ല വിഷയം, ഇതൊന്നുമല്ല, വ്യാപരിക്കുന്ന ദൈവകൃപയാണ് വിഷയം. ഇങ്ങനെയുള്ള പൗലോസിന്റെ സംസാരങ്ങൾ വരികയാണ്. നമ്മൾ വായിച്ച വാക്യത്തിന്റെ തൊട്ട് മുൻപ് കൊരിന്ത് പട്ടണമാണ്, ആ ചിന്ത നിങ്ങൾക്ക് വേണം. സിറ്റുവേഷൻ നിങ്ങൾക്ക് ആ 12-ാം അധ്യായത്തിന്റെ ഒരു എന്താണ് അവിടെ എഴുതാനുള്ള കാരണം, ഒരു സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും. തന്റെ അപ്പോസ്തലത്വത്തിനെതിരെയുള്ള ചോദ്യങ്ങളിലാണ് ഈ ശബ്ദങ്ങൾ വരുന്നത്, ഈ എഴുത്തുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നാ പ്രാർത്ഥന എന്ന് നിങ്ങൾക്കറിയാം. എന്നാ പ്രാർത്ഥിച്ചേ? കർത്താവേ, ഈ ശൂലം എന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടണം എന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ ശൂലം ഒന്ന് എടുത്തു മാറ്റപ്പെടാൻ. എന്നാൽ ദൈവം പൗലോസിനോട് തിരിച്ചു പറഞ്ഞ മറുപടിയാണ് നമ്മൾ വായിച്ചത്. അവൻ എന്നോട്, പൗലോസേ, ശൂലം മാറുകയല്ല, നിന്റെ കൃപയെ ഞാൻ വർദ്ധിപ്പിക്കും, നിന്റെ മേലുള്ള കൃപ, എന്റെ കൃപ ഞാൻ നിന്റെ മേൽ കൈമാറും. എന്നതിന്റെ അർത്ഥം എന്നറിയാമോ? പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് ആരെന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അസാധാരണമായ ശുശ്രൂഷയുടെ മുൻപിൽ നിന്ന മനുഷ്യൻ, കൃപാവരങ്ങളുടെ അതിശ്രേഷ്ഠമായ ദൈവിക പദവികൾ അലങ്കരിച്ച മനുഷ്യൻ, അസാധാരണമായ വചനത്തിന്റെയും വെളിപ്പാടുകളുടെയും ആഴത്തിൽ ദൈവം ഇറക്കിയ മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ ശൂലം എന്നിൽ നിന്ന് മാറ്റാൻ. അർത്ഥം, പ്രധാനിയായ വ്യക്തി പ്രാർത്ഥിക്കുകയാണ്, ശൂലം മാർ. അപ്പോൾ കർത്താവിന്റെ പദം ശൂലം മാറുകയല്ല, പൗലോസേ, ഇതിനെ മറികടക്കാൻ ഒരു കൃപ ഞാൻ നിനക്ക് തരുമ. ഈ പ്രാർത്ഥനയിൽ ഈ ശബ്ദം കേൾക്കുന്ന ചിലരോടും ദൈവാത്മാവ് ഇടപെടുന്നു. ചില ശൂലങ്ങളുടെ മുനയൊടിയുകയല്ല, അതിനെ മറികടക്കാൻ ഒരു ദൈവകൃപ ഈ പ്രാർത്ഥനയിൽ ചിലരുടെ മേൽ ദൈവം കൈമാറുകയാണ്. ചിലതിനെ ഓവർകം ചെയ്യാൻ, ചില പ്രതിസന്ധികളെ മറികടക്കാൻ, ചില വേദനകളെ മറികടക്കാൻ, ചില വ്യതകളെ മറികടക്കാൻ ഒരു ദൈവശക്തിയെ ദൈവം ഈ പ്രാർത്ഥനയിൽ ചിലരുടെ മേൽ കൈമാറുകയാണ്. ഞാൻ കാണുന്ന ഒരു വെളിപ്പാട് അങ്ങനെയാണ്. ഈ സൂം ഇങ്ങനെ നടക്കുമ്പോൾ ദൈവാത്മാവിനെ കാണിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ചിലർ സ്റ്റക്കായി നിൽക്കുകയാണ്. അടുത്ത് എന്ത് എന്നൊരു ചോദ്യത്തിന്റെ മുന്നിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ഇന്ന് പകൽ സ്റ്റക്കായി നിൽക്കുന്ന ചില വിഷയങ്ങളെ ഈ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് അടുത്ത മൂവിലോട്ട് കൊണ്ടുവരാൻ, അടുത്ത ചലനത്തിലോട്ട് കൊണ്ടുവരാൻ അവന്റെ കൃപ ചിലരുടെ മേൽ ദൈവാത്മാവ് പകരാൻ പോവുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ശ്രദ്ധിക്കണേ പ്രിയരെ, ശ്രദ്ധിക്കണേ പ്രിയരെ, മുനയൊടിയുകയല്ല. ഞാൻ പറഞ്ഞു വന്ന പദങ്ങൾ ഇങ്ങനെയാണ്. ശൂലത്തിന്റെ മുനയൊടിയുകയല്ല, ശൂലത്തെ മറികടക്കാൻ ദൈവം ഒരു കൃപ പൗലോസിന്റെ മേൽ കൈമാറുകയാണ്. നോക്കുക, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് തീക്കകത്ത് വീഴേണ്ട സാഹചര്യം വരികയാണ്, ഇല്ലേ?
100 വയസ്സുള്ള ഒരാൾ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവ് പറയുന്നത് പോലെ പറഞ്ഞാൽ അതിനൊരു ന്യായമുണ്ട്, ഇല്ലയോ? എന്നാ ന്യായം? ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും എന്ന് 100 വയസ്സുള്ള ഒരാൾ പറഞ്ഞ ന്യായമുണ്ട്. 35 വയസ്സുകാരൻ പറഞ്ഞാലോ, 20 വയസ്സുകാരൻ പറഞ്ഞാലോ? അപ്പോ ലോകം പറയും, എടാ നിനക്ക് ഭ്രാന്താണ്, കാര്യം ഇനിയും ഒത്തിരി കാലം ജീവിക്കാനുള്ള പിള്ളേരാണ് നിങ്ങൾ യൗവനക്കാരാണ്, ഈ തീരുമാനം ശരിയല്ല എന്ന് ലോകം പറയും. പക്ഷെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറഞ്ഞൊരു പദമുണ്ട്, ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കത്തില്ല, ഇവർ തീക്കകത്തു വീഴാതെ രക്ഷപ്പെട്ടു എന്നല്ല ബൈബിൾ എഴുതി വെച്ചേ. അല്ലെങ്കിൽ തീക്കകത്തു വീഴുന്നതിന് മുൻപ് പെട്ടെന്നൊരു മഴ പെയ്തു, തീ അണഞ്ഞുപോയി, ഇതൊന്നുമല്ല ബൈബിൾ പഠിപ്പിക്കുന്ന. പിന്നെ എന്നാ? അവർ തീയിൽ വീഴേണ്ട വന്നു, അവർ ശൂലത്തെ അനുഭവിക്കേണ്ട വന്നു, അവർ ആ വേദനയെ അനുഭവിക്കേണ്ട വന്നു. പക്ഷെ ബൈബിൾ എഴുതി വെച്ചു, എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഒരു പദം എഴുതി, 11-ാം അധ്യായം 33-ാമത്തെ വാക്യം, വിശ്വാസത്താൽ അവർ തീയെ കെടുത്തി എന്നല്ല, അവിടെ ഒരു വാക്കുണ്ട്, വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തുകയാണ്. അർത്ഥം ഞാൻ പറയാം, ശൂലം ഒടിയുകയല്ല, തീ മഴ പെയ്ത് കെടുകയല്ല, തീ നശിക്കുകയല്ല, പക്ഷേ ആ ശൂലത്തിന്റെ ബലത്തെ കെടുത്തിക്കളയുന്ന, ആ തീയുടെ ബലത്തെ കെടുത്തിക്കളയുന്ന, ആ തീയുടെ സ്വാധീനങ്ങളെ കെടുത്തിക്കളയുന്ന ഒരു ദൈവശക്തി ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. എന്തോ ആത്മാവ് അങ്ങനെ ഒരു നിയോഗം തുടങ്ങുന്നത് മുതലേ, ഈ പ്രാർത്ഥന തുടങ്ങിയത് മുതലേ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു നിയോഗം തരികയാണ്. ചിലരുടെ ശക്തികൾ പുതുകാൻ പോകുകയാണ്, ചിലരുടെ ആത്മമണ്ഡലങ്ങൾ പുതുക്കപ്പെടാൻ പോകുകയാണ്. അത് നിങ്ങളോടുള്ള പ്രവചനമാണ് കേട്ടോ, ചിലരോടുള്ള പ്രവചനമാണ്. ആത്മാവ് ഇടപെടുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പുതുകി വരത്തക്ക ഒരു ദൈവപ്രവൃത്തി, പുതുകുന്നൊരു ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മേൽ പുതുകുന്നൊരു ദൈവപ്രവൃത്തി ഈ പ്രാർത്ഥനയിൽ സംഭവിക്കുകയാണ്. എന്തോ ദൈവാത്മാവ് ഇടപെടുന്നു. ചില കണ്ണുകൾ തുറക്കുകയാണ്, അടയപ്പെട്ട വെളിപ്പാടിന്റെ കണ്ണുകൾ, അടയപ്പെട്ട പ്രാർത്ഥനയുടെ ചില കണ്ണുകൾ, അടയപ്പെട്ട ചില ദൈവിക പ്രവർത്തികൾ ഇന്ന് ഈ പ്രാർത്ഥനയിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകലിൽ ചിലതിന്റെ മേലുള്ള ആ ദൈവശക്തിയെ ആത്മാവ് പുതുക്കുകയാണ്. ദൈവം ചിലതിന്റെ ശബ്ദത്തെ പുറത്തു കൊണ്ടുവരും, ദൈവം ചിലതിന്റെ ശബ്ദത്തെ പുറത്തു കൊണ്ടുവരും. അഭിഷക്തനെ, ഈ പ്രാർത്ഥന ക്രമീകരിച്ച അഭിഷക്തനെ ആത്മാവ് ഈ സൂമിൽ ഇടപെടുന്നു കേട്ടോ. ദൈവം ചിലതിന്റെ ശബ്ദത്തെ പുറത്തു കൊണ്ടുവരും, ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരും. അടയപ്പെട്ട ചിലതിനെ, മാറി നിർത്തപ്പെട്ട ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന, ചില തലമുറകളെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന, ചില ശുശ്രൂഷകന്മാരെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥനയായി ഈ പ്രാർത്ഥനയെ പരിശുദ്ധാത്മാവ് തിരിക്കുകയാണ്. ഒരു വലിയ ദൈവശക്തി ഈ പ്രാർത്ഥനയിൽ ചലിച്ചിറങ്ങുകയാണ്. മൈ ഗാഡ്, കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ ശൂലത്തിന്റെ മുനയൊടിയുകയല്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, പൗലോസെ, ദൈവം നിനക്ക് ശൂലം അനുവദിച്ചത്, ദൈവം അനുവദിക്കാതെ വരത്തില്ല കേട്ടോ. ദൈവം നിനക്ക് ശൂലം അനുവദിച്ചത് നീ ഭൂമിയിൽ 10 വെളിപ്പാട് പറഞ്ഞ് 10 പ്രവചനം പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാനല്ല. പിന്നെയോ ദൈവം ഈ ശൂലം അനുവദിച്ചത് വേറൊന്നും കൊണ്ടല്ല, നിന്റെ വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം നീ നിഗളിച്ചു പോകാതിരിപ്പാൻ ദൈവം ഒരു ശൂലം അവന്റെ ജഡത്തിൽ വെക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിന് പൗലോസിനെ ഈ ഭൂമിയിലെ ശുശ്രൂഷകൾ മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അവൻ നിഗളിച്ചിട്ട് അവന്റെ മേലുള്ള ശുശ്രൂഷകൾ അണയപ്പെടാതിരിക്കാൻ, അവന്റെ മേൽ ദൈവം നൽകിയ അധികാരങ്ങൾ അണയപ്പെടാതിരിക്കാൻ അവനെ കുത്തേണ്ടതിന് ദൈവം പിശാചിന്റെ ദൂതനെ ഏൽപ്പിക്കുകയാണ്. ആ ചിന്തയിൽ നോക്കിയാൽ ഒന്നുകൂടെ ഞാൻ പറയാം, ലോകം മുഴുവനും പൗലോസ് അസാധാരണ ശുശ്രൂഷയിൽ നിന്ന മനുഷ്യൻ, സാധാരണമായ ശുശ്രൂഷകളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ലോകം ചോദിച്ചു, പൗലോസേ, താങ്കൾ പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ താങ്കളുടെ ഹാൻഡ് കർച്ചീഫ് കൊടുത്തു വിട്ടാൽ അത്ഭുതങ്ങൾ നടക്കുന്നത് സാധാരണമാണ്, താങ്കൾ ഒന്ന് നോക്കിയാൽ ഭൂതമിളകുന്നത് സാധാരണമാണ്, താങ്കളുടെ നിഴൽ തട്ടിയാൽ രോഗികൾ സൗഖ്യമാകുന്നത് സാധാരണമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇന്നും താങ്കളുടെ ശൂലം മാറുന്നില്ല?
എന്തുകൊണ്ട് ഇന്നും താങ്കളുടെ വേദന മാറുന്നില്ല? ഇത് പലരുടെയും ഒരു ചോദ്യമാണ്. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ കൃത്യമായി ദശാംശങ്ങൾ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഭാഗത്തൊക്കെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഇന്നും ചില ശൂലങ്ങൾ മാറുന്നില്ല? എന്തുകൊണ്ട് ഇന്നും ചില വേദനകൾ മാറുന്നില്ല? ഈ പകലിൽ ആത്മാവ് ഇടപെടുന്നു. ഇത് ശൂലം മാറുന്ന പകലല്ല, ചില വേദനകളെ മറികടക്കാൻ, ചില വേദനകൾക്കകത്തുനിന്ന് പുറത്തു വരാൻ ഈ പകൽ കർത്താവ് ചിലതിൻ്റെ മേൽ ഒരു ദൈവ സാന്നിധ്യത്തെ അയക്കുകയാണ്. യോഹന്നാൻ ഒന്നാമത്തെ നൂറ്റാണ്ട് പഠിക്കുമ്പോൾ, ഒന്നാമത്തെ കാലം പഠിക്കുമ്പോൾ, സഭ പീഡിപ്പിക്കപ്പെട്ട കാലഘട്ടം, സഭയെ പീഡനയിലൂടെ കടത്തിവിട്ട കാലഘട്ടം, ന്യൂറോയുടെയും ഡൊമേഷൻ കൈസറിന്റെയും കാലഘട്ടം, മെഴുകു ശീലകൾ ചുറ്റി തെരിക്കോണിൽ നിർത്തി പ്രാർത്ഥിക്കുന്നവനെ കത്തിച്ചു കൊന്ന കാലഘട്ടം. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, യോഹന്നാൻ എന്ന മനുഷ്യനെ പിടിക്കുകയാണ്. യോഹന്നാൻ എന്ന മനുഷ്യനെ പിടിക്കുകയാണ്. ചരിത്രത്തിലുള്ള ഒരു വാക്കാണ്. യോഹന്നാനെ പിടിച്ച് യോഹന്നാനെ തിളച്ച എണ്ണയ്ക്കകത്തോട്ട് എടുത്തെറിയാൻ വിധിയായി എന്നാണ് ചരിത്രം പറയുന്നത്. ബൈബിളിലെ പദമില്ല കേട്ടോ, ചരിത്രത്തിലെ പദമാണ്. യോഹന്നാനെ തിളച്ച എണ്ണയ്ക്കകത്തോട്ട് വലിച്ചെറിയാൻ വിധിയായി. യോഹന്നാനെ എണ്ണയ്ക്കടുത്ത് കൊണ്ടുവരുമ്പോൾ എണ്ണ കവിണു വീണെന്നല്ല ചരിത്രം പഠിപ്പിക്കുന്നേ, എണ്ണ മറിഞ്ഞുപോയി എന്നല്ല. പിന്നെയോ, ആ എണ്ണയ്ക്കകത്തു വീഴേണ്ട വന്നിട്ട് യോഹന്നാനെ, താങ്കളെ പത്മോസിൽ ദൈവം കയറ്റിയില്ലെന്നല്ല, പത്മോസ് എന്ന ശൂലത്തിൽ കയറ്റപ്പെടേണ്ട വന്നിട്ട്, തിളച്ച എണ്ണ എന്ന ശൂലത്തിനകത്തു കയറ്റപ്പെടേണ്ട വന്നിട്ടും ആ ശൂലത്തിന് അവനെ നശിപ്പിക്കാൻ കഴിയാതെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഈ പ്രാർത്ഥനയിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ പ്രാർത്ഥന നിങ്ങളുടെ ചില വേദനകൾ, എന്തോ ദൈവാത്മാവ് ചിലതിനോട് ഇടപെടുന്നു, ശക്തമായി ആത്മാവിനോട് അങ്ങനെ പറയാൻ പറയുന്നു. ചില സാമ്പത്തിക കുരുക്കുകളിൽ, ചില സാമ്പത്തികമായ വിഷയങ്ങളിൽ ഭാരപ്പെട്ട് ഇരിക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന ചിലരോട് ആത്മാവ് ഇടപെടുന്നു. അത് നിന്നെ തകർക്കുകയില്ല, അതിനെ മറികടക്കാൻ ഒരു ദൈവകൃപ യേശുവിന്റെ നാമത്തിൽ. ചില ജപ്തികൾ ക്യാൻസൽ ആകുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ചില പേപ്പറുകൾ ഞാൻ ഇങ്ങനെ കാണുകയാണ്. ചില പേപ്പറുകൾ ഒരു വെള്ള പേപ്പറിലടുത്ത് ഇങ്ങനെ കീറിക്കളയുന്നത് പോലെ ചിലർക്കും നേരെ എഴുതിയ വിധികൾ, ചില രേഖകൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് അതിനെ കീറിക്കളയുകയാണ്. ചില രോഗത്തിന്റെ റിസൾട്ടുകൾ, ചില രോഗത്തിന്റെ റിസൾട്ടുകൾ, അത് സത്യം തന്നെയാണ്. രോഗം സത്യം തന്നെയാണ്, അത് കള്ളമൊന്നുമല്ല. പക്ഷെ ഇന്നു പകലിൽ ആ വിധിയെ ദൈവം തിരുത്തി എഴുതുകയാണ്. ആരോടോ ദൈവാത്മാവ് ഇടപെടുന്നു. നിങ്ങൾക്കു നേരെ വെച്ച വിധികളെ ഈ പ്രാർത്ഥനയിൽ, ഈ പകലിൽ, ഈ പ്രാർത്ഥനകളിൽ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ചിലർക്ക് വേണ്ടി ആത്മാവ് ഇന്ന് പകൽ അതിനെ വിടുതലയ്ക്കുകയാണ്. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ശൂലത്തിന് നമ്മെ നശിപ്പിക്കാൻ കഴിയുകയില്ല. പിന്നെയോ, ആ ശൂലം നമ്മെ ക്രിസ്തുവിനോട് പിന്നെയും അടുപ്പിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കടഭാരം വന്നിട്ട് നമ്മൾ യേശുവിനെ വിട്ട് പോയിട്ടില്ല. രോഗം വന്നു, നമ്മൾ യേശുവിനെ വിട്ടിട്ട് പോയിട്ടില്ല. കാരണം ശൂലങ്ങൾക്ക് നമ്മെ ഒരിക്കലും ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയാൻ കഴിയത്തില്ല. വേദനകൾക്ക് യേശുവിൽ നിന്ന് നമ്മെ അകറ്റിക്കളയാൻ കഴിയത്തില്ല. പിന്നെ എന്തിന് ദൈവം ആ ശൂലത്തെ അനുവദിക്കുന്നു? മറ്റൊന്നിനും വേണ്ടിയല്ല, നമ്മൾ ഒന്നുകൂടെ ക്രിസ്തുവിനോട് അടുക്കാൻ. പൗലോസിനോട് ചോദിക്കുക, എന്തുകൊണ്ട് നിനക്ക് ആ ശൂലം വന്നു? പൗലോസ് പറയും, ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം ആ ശൂലം അനുവദിച്ചു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില വേദനകൾ, ഞാൻ ചോദിക്കട്ടെ, ആരോ നിങ്ങളെ നോക്കി വിരൽ ചൂണ്ടി നിങ്ങൾക്കെതിരെ നിന്നപ്പോഴല്ലേ പ്രാർത്ഥിക്കാൻ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായേ? ആരോ നിങ്ങളെ ഒറ്റപ്പെടുത്തി എപ്പോഴും തള്ളിക്കളഞ്ഞപ്പോഴല്ലേ പ്രാർത്ഥന മുറിച്ച ആത്മനിറവിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ചത്? അതുകൊണ്ട് ഞാൻ പറയാം, ചില ശൂലങ്ങൾ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, ശൂലങ്ങൾ നമ്മുടെ ആത്മീയതയെ വർദ്ധിപ്പിക്കുന്ന ചിലതായി മാറും. ചില നിർബന്ധങ്ങൾ നിയോഗങ്ങളായി മാറും. അതുപോലെ ചില ശൂലങ്ങൾ നമ്മെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നതായി ഈ പ്രാർത്ഥനയിൽ മാറുകയാണ്. ചിലരോട് അങ്ങനെ ആത്മാവ് ഇടപെടുന്നു. പൗലോസിനോട് പറഞ്ഞു തുടങ്ങുകയാണ്,
എന്റെ കൃപ നിനക്ക് മതി. അല്ലെ? ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുത്ത് 12:9 ഒന്ന് നോക്കണം. ആദ്യത്തെ ഒരു വാക്കുണ്ട്. ആദ്യത്തെ ഒരു വാക്കുണ്ട്. എന്നാ വാക്കെന്നറിയാമോ? അവൻ എന്നോട്. നിങ്ങൾ കണ്ടോ? ആ വാക്ക് കണ്ടോ? 12:9 ആദ്യത്തെ വാക്ക് കണ്ടോ? ഞാൻ അവനോടെന്നല്ല, പിന്നെ അവൻ എന്നോട്. എന്നാ വാക്കിന്റെ അർത്ഥം എന്നറിയാമോ? ഇപ്പോ റോയി പാസ്റ്റർ എന്നെ വിളിച്ചു. ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേയും 2 ദിവസം മുന്നേയൊക്കെ റോയി പാസ്റ്റർ എന്നെ വിളിച്ചു. ഞാനും അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. നിങ്ങളിൽ ആരും എന്നെ വിളിക്കാത്തതിന്റെ കാര്യം നമ്മൾ തമ്മിൽ ബന്ധമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോ എനിക്ക് ഇതിനകത്ത് ഈ സ്ക്രീനിൽ കാണുന്നത് എബിൻ കോട്ടയം. എബിൻ കോട്ടയം വെച്ചാൽ കേൾക്കുന്നുണ്ടോ? ഈ ശബ്ദം എബിൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എബിനച്ചാൻ എന്നെ വിളിക്കാത്തയോ ഞാൻ എബിനച്ചാനെ വിളിക്കാത്തതിന്റെ കാര്യം നമ്മൾ ഇതിനു മുമ്പ് കണ്ടെന്തില്ല, നമുക്ക് പരിചയമില്ല, നമുക്ക് മുഖപരിചയമില്ല. എന്നെ റോയി പാസ്റ്റർ വിളിക്കാൻ കാരണം ബന്ധമുള്ളത് കൊണ്ടാണ്. ആദ്യത്തെ പദം ഞാൻ അവനോടെന്നല്ല. എന്റെ ചോദ്യം, നമ്മൾ 7 ഇരുന്ന് പല കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നുണ്ട്. ഞാൻ 21 ഇരുന്ന് പല കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നുണ്ട്. ഞാൻ 40 ഇരുന്ന് പല കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നുണ്ട്. തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, അവൻ എന്തെങ്കിലും നമ്മളോട് പറയുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ ആത്മീയതയുടെ പരിശോധനകൾ നമ്മൾ കൊണ്ടുവരേണ്ടത്. എൻ്റെ എല്ലാ സന്ധ്യാ പ്രാർത്ഥനകളിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകളിലെല്ലാം ഞാൻ ദൈവത്തോട് പല കാര്യങ്ങൾ പറയുന്നു. പക്ഷെ തിരിച്ചെന്തെങ്കിലും ഒരു ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ബന്ധങ്ങൾ പുതുകുന്ന പ്രാർത്ഥനയായി മാറണം. പിശാചിന്റെ പ്രധാനമായ ലക്ഷ്യം രോഗമിടുക മാത്രമല്ല, അവന്റെ പ്രധാനമായ ലക്ഷ്യം ദൈവത്തിൽ നിന്നുള്ള ആ റിലേഷൻഷിപ്പിനെ, ബന്ധത്തെ അകറ്റിക്കളയുക എന്നതാണ്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ചിലരുടെ ബന്ധങ്ങളെ ദൈവം ഒന്നുകൂടെ ദൃഢമാക്കണം. അവൻ എന്നോട്. അടുത്ത പദം എന്റെ കൃപ നിനക്ക് മതി. ആ വാക്യങ്ങൾ വിശദീകരണം കൂടാതെ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. നോഹയ്ക്ക് ദൈവത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ കൃപ ലഭിച്ചവരെ പറ്റി പറയാനുണ്ട്. ഞാൻ അതിനെ സ്കിപ്പ് ചെയ്യുകയാണ്. പ്രധാന ഒരു ഭാഗത്തിൽ വരികയാണ്. അടുത്ത പദമാണ് പൗലോസിനോട് ദൈവം പറയുന്ന പ്രധാനമായ പദം. എന്റെ ശക്തി നിന്റെ ബലത്തിലല്ല, നിന്റെ ബലഹീനതയിൽ തികഞ്ഞ് വരും. എന്ത് ചെയ്യുമെന്നാണ്? വരും. എന്റെ ശക്തി. ആരുടെ ശക്തി? ലോകത്തെ ഉണ്ടാക്കിയ ദൈവം, പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവം പൗലോസിനോട് പറയുകയാണ്, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി വെളിപ്പെടും. നിങ്ങളോട് ഞാൻ പറയാം, നമ്മൾ ബലത്തിൽ നിൽക്കുമ്പോൾ 100 കണക്കിന് പേര് നമ്മുടെ കൂടെ കാണും. നമുക്ക് നല്ല സമ്പത്തിൽ ബലമുള്ളപ്പോൾ, ആരോഗ്യത്തിൽ ബലമുള്ളപ്പോഴൊക്കെ ഒരുപാട് പേര് കാണും. പക്ഷേ നമുക്കൊരു ബലഹീനത വന്നാൽ പാസ്റ്റർമാർക്കും ഗസ്റ്റ് പാസ്റ്റേഴ്സിനും ഒന്നും പറ്റാത്ത ചില ഇടങ്ങൾ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ ഒരു മൂമെന്റിലൂടെ കടന്നു പോയിട്ടുള്ള ചിലരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകും. അവരോട് ഞാൻ പറയാം, അവിടെ നിങ്ങളെ ബലപ്പെടുത്തിയത് പാസ്റ്റർ അല്ല, അവിടെ നിങ്ങളെ ബലപ്പെടുത്തിയത് പ്രവാചകന്മാരല്ല, അവിടെ നിങ്ങളെ ബലപ്പെടുത്തിയത് ഗസ്റ്റ് പാസ്റ്റേഴ്സ് അല്ല, അവിടെ നിങ്ങളെ ബലപ്പെടുത്തിയത് ദൈവത്തിന്റെ ശക്തിയാണ്. നിങ്ങളെ ബലപ്പെടുത്തിയത് ദൈവത്തിന്റെ കരമാണ്. പൗലോസിനോട് കർത്താവ് പറയുന്നു, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ വരുമെന്നല്ല പറഞ്ഞേ, അതൊരു തികഞ്ഞു വരും. ഞാൻ ചോദിക്കുന്നു, ഏലിയാവേ, ആഹാബിന്നില്ല, നിനക്ക് പറ്റുകയില്ല, പിന്നെ എങ്ങനാ ഏലിയാവേ ആഹാബിന്റെ കുതിരയ്ക്ക് മുൻപേ ഓടിക്കയറാൻ നിന്റെ കാലുകളിൽ ഒരു ബലം വ്യാപരിച്ചത്? ആ മനുഷ്യൻ പറയും, ഇത് എന്റെ ബലമല്ല, എന്റെ കാലുകളുടെ ബലഹീനതകളിൽ വ്യാപരിച്ചൊരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഏലിയാവിന്റെ കാലുകളിൽ വ്യാപരിച്ച ദൈവശക്തി പോലെ ഞാൻ ചോദിക്കുന്നു, ഏലിയാവേ, ഒരട കഴിച്ച് നീ എങ്ങനെ 40 ദിവസം നടന്നു നീങ്ങിയേ? എങ്ങനെയാ നീ ദൂരയാത്ര ചെയ്തേ?
ഒരു പദം. ഇത് ബലമല്ല, ഇത് മാനുഷിക ബലമല്ല, ഇത് മാനുഷിക ബലത്തിന്റെ അപ്പിക്കാൻ, അതിനെ നിറയ്ക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ ശക്തിയുടെ കരമാണ്. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ചില മേഖലകളിൽ ബലഹീനതയോടിരിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്കകത്ത് ഈ പ്രാർത്ഥനയ്ക്കകത്തൊരു ദൈവശക്തി വ്യാപരിച്ച് ചിലരുടെ ബലഹീനത മാറുകയാണ്, ചിലരുടെ ബലഹീനതകൾ മാറുകയാണ്, ചിലരുടെ ശാരീരിക ബലഹീനതകൾ മാറുകയാണ്. എന്തോ അസാധാരണമായ രോഗശാന്തികൾ ഈ പ്രാർത്ഥനയിൽ സംഭവിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പിന്നെയും എന്തോ ദൈവാത്മാവ് എനിക്ക് അങ്ങനെ ഒരു നിയോഗം തരുന്നു കേട്ടോ. ഡോക്ടർ എഴുതി വെച്ച വിധികൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഷാൽബാര ഹത്താരി മറാൽഖബായ ദൈവപ്രവൃത്തി ഈ പ്രാർത്ഥനയിൽ ചിലരുടെ മേൽ ശക്തമായി സംഭവിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, ശിംശോൻ ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ശിംശോന്റെ കൈകാലുകൾ ബന്ധിക്കപ്പെടുമ്പോൾ, ദാ ഫെലിസ്ത്യൻ എന്ന ശബ്ദം കേൾക്കുമ്പോൾ ശിംശോൻ എന്ന മനുഷ്യൻ ചാടി എഴുന്നേൽക്കും. നമുക്കറിയാം, അവന്റെ കയ്യിൽ കെട്ടിയ കയറുകൾ ചണനൂൽ കത്തുന്നത് പോലെ കത്തിമാറും. എന്നാൽ ഒരിക്കൽ ശിംശോൻ എന്ന മനുഷ്യൻ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ കയറിന്റെ മുൻപിൽ ബന്ധിക്കപ്പെട്ടവനായി, കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കപ്പെട്ടവനായി, അവൻ ഒരു പ്രത്യേക സ്ഥലത്തിൽ അവനെ ബന്ധിച്ചവർ നിർത്തിയിരിക്കുമ്പോൾ ശിംശോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ഒരിക്കൽ കൂടെ കഴുതയുടെ താടിയിൽ തരണമെന്നല്ല, ഒരിക്കൽ കൂടെ സിംഹത്തെ കീറാൻ ഒരു അവസരം തരണമെന്നല്ല. ശിംശോൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, ഒരിക്കൽ കൂടെ ദൈവശക്തിയെ എന്റെ മേൽ കൈമാറണം. ഏതു സിറ്റുവേഷനിൽ തന്റെ ബലം കൊണ്ട് തനിക്ക് ജയിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയെടുത്ത്, തന്റെ മിടുക്കുകൊണ്ട് തനിക്ക് ബലം കൊണ്ട് ജയിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയെടുത്ത് ശിംശോൻ ദൈവത്തോട് പറയണം, ഒരിക്കൽ കൂടെ നിന്റെ ശക്തി എന്റെ മേൽ കൈമാറണം. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോടും ഞാൻ പറയാം, മങ്ങിപ്പോയ ചില ദൈവശക്തികൾ, മങ്ങിപ്പോയ പ്രാർത്ഥനകൾ ആത്മാവിനെ കെടുക്കരുതെന്നാണ് അതിന്റെ അർത്ഥം. തെസ്സലോനിക്കർക്ക് പൗലോസ് ലേഖനം എഴുതുന്നത് ആത്മാവിനെ കെടുക്കരുതെന്നാണ്. അപ്പോൾ കെട്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ്. ഈ പകലിൽ ആരോടും ആത്മാവ് ഇടപെടുന്നു, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വലിയ ബലം വ്യാപരിക്കുകയാണ്. കുഴഞ്ഞ കാലുകളുടെ മേൽ ഇനി ജയിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ, ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ, ഇനി രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ നടുവിൽ ഈ പ്രാർത്ഥനയ്ക്കകത്തൊരു അത്യന്ത ബലമ ഏലിയാവിന്റെ കാലുകളിൽ വ്യാപരിച്ചതുപോലെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശിംശോന്റെ മേൽ വ്യാപരിച്ചതുപോലെ ഇപ്പോൾ തന്നെ ചിലരുടെ മേൽ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ റൂമുകളിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എന്തോ ഹോളി സ്പിരിറ്റിന്റെ വലിയ മൂവുകൾ, പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനങ്ങൾ, ലാഫ്രമ സഠലഭയ 1-2 മിനിറ്റുകളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ റൂമിലായിരിക്കാം, വാഹനത്തിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണെങ്കിൽ 1-2 മിനിറ്റുകളിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവർ അങ്ങനെ, ഇല്ല സ്വന്തം ഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവർ അങ്ങനെ, എങ്ങനെ വേണമെങ്കിൽ ആത്മാവിൽ 1-2 മിനിറ്റുകൾ ഒന്ന് പ്രാർത്ഥിച്ച്. എനിക്കറിയാം ഈ പ്രാർത്ഥന ചിലരുടെ ബലഹീനതകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പകൽ ഈ പ്രാർത്ഥന അടഞ്ഞുപോയ ചാപ്റ്ററുകൾ, അടഞ്ഞുപോയ ചില അധ്യായങ്ങൾ ഈ പ്രാർത്ഥനയും ദൈവാത്മാവ് പിന്നെയും തുറക്കുകയാണ്. ചിലർക്ക് വേണ്ടി അവൻ പിന്നെയും ഓപ്പൺ ആക്കുകയാണ്. ചില അടഞ്ഞുപോയ ബിസിനസ്സുകൾ, അടഞ്ഞുപോയ നിലനിൽപ്പിനെതിരെ ചിലരെ രാജ്യത്തിൽ നിന്ന് മടക്കി അയക്കും എന്നുള്ള ചില നിലനിൽപ്പുകൾക്കെതിരെ നിൽക്കുന്ന പോരാട്ടങ്ങൾ, നിലനിൽപ്പുകൾക്കെതിരെ വാദിക്കുന്ന ചില വിഷയങ്ങളെ ഈ പ്രാർത്ഥനയിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളതിനെ ആത്മാവിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ശിംശോന്റെ മേൽ ചലിച്ചതുപോലെ ശിംശോന്റെ മേൽ ബലഹീനത, അവനെ കെട്ടിയ ചങ്ങലകളെ
അവനെ കെട്ടിവെച്ച ബന്ധനങ്ങളെയും അവൻ ആത്മാവിൽ പൊട്ടിച്ചത് അവന്റെ ബലഹീനതയിൽ ഒരു ദൈവശക്തി ഇറങ്ങിയപ്പോഴാണ്. അതേ അർത്ഥത്തിൽ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, പൗലോസേ, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി വ്യാപരിക്കും. പിന്നെയും ഞാൻ ആവർത്തിക്കുന്നു, പാസ്റ്ററുടെ ശക്തിയല്ല, പ്രവാചകന്റെ ശക്തിയല്ല, ഗസ്റ്റ് പാസ്റ്ററുടെ ശക്തിയല്ല, ഈ പ്രാർത്ഥനയിൽ ഉയരത്തിലെ ദൈവത്തിന്റെ ശക്തി തന്നെ നിങ്ങളെ തൊടുന്ന പകലായി ഇത് മാറുകയാണ്. കണ്ണുകൾ തുറക്കട്ടെ, ആത്മമണ്ഡലങ്ങൾ ജീവിക്കപ്പെടട്ടെ. ഇത് നേരിട്ടല്ലെങ്കിലും ഈ ശബ്ദം അവിടെ കേൾക്കുമ്പോൾ, ഓൺലൈനിലൂടെ ഈ ശബ്ദം അവിടെ കേൾക്കുമ്പോൾ, ഈ സോഷ്യൽ മീഡിയകളിലൂടെ ഞങ്ങൾ വചനം സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ദൈവാത്മാവ് ചില റൂമുകളിൽ ഇറങ്ങി അസാധാരണമായ ഹീലിംഗുകൾ, അസാധാരണമായ വിടുതലുകൾ, അസാധാരണമായ ദൈവിക പ്രവർത്തികൾ അയച്ചു തുടങ്ങാൻ ശകല ദിബൽഖമട മഥൽപ്രബന്ധന സൈദിൽഖമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. റുമാന ഹസ്ബർധനായാദിയ വലിയ ദൈവമഹത്വത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഒരു പദം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. 2-3 മിനിറ്റ് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. പൗലോസിനോട് ചോദിക്കുന്ന, പൗലോസേ, എങ്ങനെ താങ്കൾക്ക് പറയാൻ പറ്റും ബലഹീനതയിൽ വെളിപ്പെടുന്ന ദൈവശക്തിയെ താങ്കളുടെ അനുഭവത്തിൽ ഒന്ന് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 25 ആക്ട്സ് ഓഫ് അപ്പോസ്തലൻസ് 16, അപ്പോസ്തലപ്രവൃത്തി 16 അതിന്റെ 25 എന്നാ എഴുതി വെച്ചെന്നറിയാമോ? അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ബൈബിൾ ഇങ്ങനെ എഴുതി വെച്ചു, ആ കാരാഗ്രഹം കുലുങ്ങുമാറ്, ചങ്ങലകൾ അഴിയുമാറ്, വാതിലുകൾ തുറക്കുമാറ് ഒരു ദൈവ പ്രവൃത്തി അവരുടെ സെല്ലിനകത്ത് സംഭവിക്കുകയാണ്. ഉണ്ടോ നിങ്ങൾ? അതിന്റെ സിറ്റുവേഷനുകളൊക്കെ നിങ്ങൾക്ക് അറിയാം, പശ്ചാത്തലങ്ങൾ. ഇനിയും അതിനെ ഒരു പ്രാർത്ഥനയിൽ ആസിയിൽ പോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായി. പക്ഷെ ദൈവാത്മാവ് എന്ത് ചെയ്യാണ്? പൗലോസിനെ വിലക്കുകയാണ്. ബിഥുന്യയിലോട്ട് പോകാൻ പൗലോസിന്റെ ആഗ്രഹം ഉണ്ടായി. അവിടെയും യേശുവിന്റെ ആത്മാവ് എന്ത് ചെയ്യാണ്? പൗലോസിനെ വിലക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസിന് ദൈവാത്മാവ് ഒരു വെളിപ്പാട് നൽകി, മാസിന്റെ അടുക്കൽ വന്ന് കടന്നു വന്ന് ഞങ്ങൾ രക്ഷിക്കണമേ, രക്ഷിക്കുക എന്ന് പറഞ്ഞ ശബ്ദം കേട്ട് പൗലോസ് ഇറങ്ങിത്തിരിക്കുകയാണ്. നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പുഴവക്കത്തിരുന്ന സ്ത്രീയുടെ സംഭവം, രക്താംബരം വിൽക്കുന്നവൾ പൗലോസിനോട് എല്ലാ ദിവസവും ഇത് ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം അറിയിക്കുന്നവർ, പൗലോസ് മുഷിഞ്ഞവളെ നോക്കിയതും എല്ലാം നമുക്കറിയാം. അങ്ങനെ ആ വിഷയത്തോടനുബന്ധിച്ച് പൗലോസിനെ പിടിച്ചു. യജമാനന്മാരുടെ ലാഭം നിന്നു പോയതുകൊണ്ട് പൗലോസിനെ പിടിച്ചു, കോലുകൊണ്ട് അടിച്ചു, റോഡിലൂടെ വലിച്ചഴച്ചു, കാരാഗ്രഹത്തിനകത്താക്കി. പക്ഷെ അറിയേണ്ട ഒരു കാര്യം, ശരീരത്തിന് ബന്ധനമുള്ളൂ, ആത്മാവിന് ബന്ധനമില്ല. ശരീരത്തെ ചങ്ങലയിലിടാൻ പറ്റും, ശരീരത്തെ ഒരുപക്ഷെ രോഗിയാക്കാൻ പറ്റും. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെയും അഭിഷേകത്തെയും ആർക്കും ചങ്ങലയിലിടാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്നേഹത്തോടെ പറയാം, നിങ്ങളുടെ ഒരു മകനെ പോലെ, നിങ്ങളുടെ ഒരു കൂട്ടു സഹോദരനെ പോലെ, ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരനെ പോലെ ഞാൻ പറയാം, ആരാധിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം. അത് ശക്തിയോടെ ആരാധിക്കാൻ കൃപ ലഭിച്ചു. കരമടിച്ചോ വായി തുറന്നോ നമുക്ക് എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ കൃപ തരുന്നോ അങ്ങനെ ദൈവത്തെ ആരാധിക്കണം. ഞാൻ ചോദിക്കുന്നു, ദാവീദേ, പെട്ടകം കൊണ്ടുവരുമ്പോൾ നിന്റെ ഭാര്യ പോലും പറഞ്ഞു നീ ഒരു ഭ്രാന്തനെ പോലെയാണ് ഇടപെടുന്നെന്ന്. കാര്യം എന്നാണെന്നറിയാമോ? പെട്ടകം കൊണ്ടുവരുമ്പോൾ ദാവീദ് നൃത്തം ചെയ്യുകയാണ്, രാജാവാണ്, രാജ്യത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്ര വിഷയമാണ്. എന്നെ നീ ആരാധിക്കാൻ കാരണം? ദാവീദ് പറയും, കാട്ടിലായിരുന്ന എന്നെ, ആരും അറിയാത്ത എന്നെ, ഒന്നുമല്ലാത്ത എന്നെ ഇന്ന് ഈ കൊട്ടാരത്തിൽ നിർത്തിയെങ്കിൽ ഈ അവനെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങളോട് ഞാൻ പറയാം, ആരാധിക്കാൻ ഒരു അവസരം ഉണ്ടാകുമ്പം അത് ആലയമാകാം, വീടാകാം, സൂം മീറ്റിംഗ് ആകാം, എന്നെ ആയിക്കൊള്ളട്ടെ, ആരാധിക്കാൻ ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ തയ്യാറാകണം. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ദൈവത്തെ പ്രാർത്ഥിച്ചു, പാടി സ്തുതിച്ചു എന്നാണ്. അടുത്ത പദം ബൈബിളിൽ എഴുതി വെച്ചു, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുമാറ് ഒരു ദൈവശക്തി ഇറങ്ങി. 2 മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ കൂടി വന്നെടുത്ത്, നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കണം, അവർ സിനിമാ കഥ പറഞ്ഞെന്നല്ല, അവർ നാടകക്കഥ പറഞ്ഞെന്നല്ല, ആ ബൈബിൾ എഴുതി വെച്ചു, അപ്പോസ്തലന്മാർ കൂടി വന്നിടം കുലുങ്ങുമാറ് ഒരു ദൈവശക്തി അവിടെ ഇറങ്ങി വരികയാണ്. ആ പദത്തിനകത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ബലത്തിലല്ല,
ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു ദൈവശക്തി. ആകയാൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചലിക്കാൻ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ദിവസം അടയ്ക്കാം. എല്ലാ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ഒരു വാക്ക്, കർത്താവേ, ഈ പ്രാർത്ഥനയിൽ ഈ ഞങ്ങളോട് അങ്ങ് ഇടപെട്ടതിനായി ദൈവം നിങ്ങളോട് ചിലരോട് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് കേട്ടോ. വ്യക്തിപരമായി ദൈവം ഇടപെട്ടില്ലെങ്കിൽ പോരാ, ദൈവം ഇതിനകത്ത് ചിലരുടെ വചനത്തിലൂടെ വളരെ വ്യക്തമായി ദൈവാത്മാവ് സംസാരിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. നമ്മുടെ ബലഹീനതകൾ മാറട്ടെ. ചിലര് ഇന്നും പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാതെ മടുത്തിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, ഇനി എങ്ങനെ അതൊന്ന് ഓപ്പൺ ആവും കർത്താവെ, എങ്ങനെ അതൊന്ന് തുറക്കും എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ദൈവാത്മാവ് ഈ പ്രാർത്ഥനയിൽ തുറക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു കാഴ്ച കാണുന്നു. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നു ചിലരുടെ കയ്യിൽ പുതിയ താക്കോലുകൾ കൊണ്ടുവന്ന് തുറന്ന് കയറുക എന്ന് പറയുന്നൊരു വെളിപ്പാടും ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി വൻകാര്യങ്ങളെ ഈ പ്രാർത്ഥനയിൽ ചെയ്യുകയാണ്. ഞങ്ങളുടെ കർത്താവിന്റെ കൃപ വെളിപ്പെടും. ഞങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദം പോലെ ബലഹീനതയിൽ നിന്ന് ഞങ്ങളെ ഉയർത്തിയെടുക്കുന്ന ദൈവശക്തി ഈ പ്രാർത്ഥനയിൽ ചിലരുടെ മേൽ ചലിക്കണം. ഞാൻ പിന്നെയും അത് കാണുന്നതുകൊണ്ട് ഞാൻ പറയും, ചില ബിൽഡിങ്ങുകൾ ഞാൻ ഇങ്ങനെ ചില ബിൽഡിങ്ങുകളുമായി ബന്ധപ്പെട്ട് ചില ഷിഫ്റ്റിങ്ങുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വലിയ കൃപകൾ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആരോടോ ദൈവാത്മാവ് ഇടപെടുന്നു. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്ന് മറ്റൊരിടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആത്മാവ് ഇടപെടുന്നു. ആ ആഗ്രഹങ്ങളെ, ചില ഷിഫ്റ്റിങ്ങുകൾ, ചില മാറ്റങ്ങൾ ദൈവാത്മാവ് എത്രയും പെട്ടെന്ന് ചിലർക്ക് വേണ്ടി ചെയ്യുക, എത്രയും പെട്ടെന്ന് ചില മാറ്റങ്ങൾ, ചില ഷിഫ്റ്റുകൾ ഉണ്ടാകും കേട്ടോ. ദൈവാത്മാവ് അങ്ങനെ ചെയ്യുകയാണ്. കർത്താവേ, രോഗങ്ങൾ അഴിയണം. ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നവർ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെയും ആത്മാവിൽ ഇപ്പോൾ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്നു. പോരുകളെ അഴിക്കുന്നു, വിടുതലുകൾ അയക്കും. മഹത്വം അങ്ങേക്ക്. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.